നമസ്കാരം, ഞാൻ മുബാറക്കാണ്. ദൃശ്യ ഞാനിപ്പോൾ ഉള്ളത് കല്ലമ്പളപ്പാണ്. ചെമ്പിരിക്ക, കാസർഗോഡ് ചെമ്പിരിക്ക കല്ലമ്പളപ്പ്. ഇത് കണ്ടില്ലേ, ഇങ്ങനെയും ഒരു കടൽ വന്ന് ഇവിടുത്തെ എല്ലാ വീടുകളെയും നശിപ്പിച്ച് കളഞ്ഞു. ഇതൊരു നല്ലൊരു വീടായിരുന്നു. വളരെ പാവപ്പെട്ട ഒരാൾ വളരെ ശേഖരിച്ചുണ്ടാക്കിയൊരു പൈസയിൽ ഒരു വലിയൊരു വീട്, അത്യാവശ്യം താമസിക്കാൻ പറ്റിയൊരു വീട് ഇവിടെ ഉണ്ടാക്കി. അത് കടൽ വന്ന് കഴിഞ്ഞ വർഷം തന്നെ കൊണ്ടുപോയി. ഇക്കുറി അത് പൂർണ്ണമായും നശിച്ചു. ഏകദേശം ഇവിടുന്ന് 1 കിലോമീറ്റർ ദൂരമാണ് കടലുണ്ടായത്. ആ കടലാണ് ഇപ്പോൾ ഇവിടെ വന്നത്. ഏകദേശം തെങ്ങുകളൊക്കെ ഒരു 10-100 മേലെ തെങ്ങുകൾ നഷ്ടപ്പെട്ട്. ഇത് ഇപ്രാവശ്യം ചെയ്താണ്. 100 വർഷം 50 വർഷമൊക്കെ ആയ വീടാണ്. ഈ വീടിൻ്റെ അവസ്ഥ ഈ നിലയിലാണ്. ഇവരെ സഹായിക്കാൻ ആരും തന്നെ ഇല്ല. വളരെ കഷ്ടപ്പാടും ത്യാഗവും സഹിച്ച് ഈ വീട്ടിൽ കുറേ കാലം കഴിഞ്ഞുകയും ഇതൊക്കെ പൊളിഞ്ഞ് നാശനാശമായിരിക്കുകയാണ്. ഇതൊരു ചായ മരമാണ്. ഏകദേശം 200 വർഷമായി, 150-200 വർഷമായി എന്ന് പറയുന്നത്. അപ്പോൾ ആ കടൽ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ഈ 100 വർഷത്തിന് ശേഷം, നമുക്ക് 200 വർഷം വേണ്ട, 100 വർഷത്തിന് ശേഷം പോലും ഈ കടൽ ഇവിടെ എത്തിയില്ല. ഇത്രയും ക്രൂരമായ കടലാക്രമണം ഉണ്ടായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അടിയന്തര സഹായം പോലും ലഭിച്ചില്ല എന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ പരാതി. ഇതൊക്കെ കംപ്ലീറ്റ് നശിച്ചു പോയിട്ടുണ്ട്. ഈ വീട് ഒന്നിനും കൊള്ളാത്ത രീതിയിലായി പോയിട്ടുണ്ട്. ഇവർ ഏകദേശം ഒരു 50 സെൻറ്റോളം സ്ഥലവും പോയി, 10-50 തെങ്ങും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ പൊതുപ്രവർത്തകർ, നാട്ടുകാർ ചേർന്ന് എന്തോ ഇവരെ ഒന്ന് സഹായിക്കാനുള്ള രീതിയാണ്. ഇവരല്ല, ഈ കടൽ കയറി വരുന്നതിന് എന്തെങ്കിലും തടസ്സം ചെയ്യാനുള്ള എന്തോ ഒരു നടപടി ഇവിടെ ചെയ്തിരിക്കുകയാണ് ക്ലബ്ബുകാരും ഈ ചെമ്പിരിക്ക നാട്ടുകാരും ചേർന്ന്. അത്രത്തോളം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആനുകൂല്യങ്ങളും ഇല്ല. ഇത് നാട്ടുകാർ, ഇവിടുത്തെ ക്ലബ്ബും നാട്ടുകാരും ചേർന്നുള്ള ഒരു ഏർപ്പാടാണ്. എത്രത്തോളം സക്സസ് ഒന്നും അറിയില്ല. ഇപ്പോഴും കടൽ സമാധാനമായിട്ടില്ല. ഇവിടെ തന്നെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഇവിടെ. അപ്പോൾ ഇതിനെ എങ്ങനെയെങ്കിലും തടയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ഏകദേശം 100 വർഷം മേലെ ആയി എന്നുള്ളതാണ്. ഇതിനെങ്ങനെ തടയിടുമെന്നാണ് ആലോചിക്കുന്നത്. ഇത്രത്തോളം സർക്കാർ തിരിഞ്ഞു നോക്കിയില്ല. എങ്ങനെ പൗരസമിതി കമ്മിറ്റി ആക്കിയ ആക്ഷൻ കമ്മിറ്റി ആക്കിയ. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒന്നുമില്ല. സർക്കാരിൻ്റെ ഒന്നും കിട്ടിയില്ല. കലക്ടറൊന്നും വന്നില്ല. കലക്ടർ ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ല. MLA വന്നിട്ട് ഒരു കാര്യം ഉണ്ടായിട്ടില്ല. MLA 2 പ്രാവശ്യം വന്നു. കലക്ടർ ഇതുവരെ ഇവിടെ തിരിഞ്ഞു നോക്കിയില്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ ഇവിടെ വരികയും അത് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് പോലും സർക്കാർ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയില്ല. നാട്ടുകാർ ചെയ്തു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇത്. ആ വീടും പോയിട്ടുണ്ട്. സ്റ്റേറ്റിൽ എന്ത് കിട്ടിയില്ല? ഗവൺമെൻറ്റിൽ എന്ത് കിട്ടിയില്ലേ? അടിയന്തര സഹായം, എമർജൻസി സഹായം. കലക്ടർ കിണറൊക്കെ വെള്ളം കുടിക്കാൻ കഴിയാതെ മാതിരിയായി പോയിട്ടുണ്ട്. വോട്ട് വാങ്ങി ജയിച്ചു പോയി മന്ത്രിസ്ഥാനം ഉണ്ടാക്കി ഭരിക്കുന്ന പാർട്ടി, ഏത് പാർട്ടിയാണെങ്കിലും ഭരിക്കുന്ന പാർട്ടി ഇതിനൊരു സഹായം നൽകിയില്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ അവസ്ഥ? ഇതുപോലെ തന്നെയാണല്ലോ വയനാട് പ്രശ്നം ഉണ്ടായത്. അവർക്ക് വീടുണ്ടാക്കി കൊടുത്ത് എല്ലാം കൊടുത്തില്ല. അതുപോലെ ഇവിടെയും ചെയ്തു കൊടുക്കണ്ടേ? ഇവിടെ 4-5-10 വീടോ പോയിട്ടുണ്ട്. എങ്ങനെ കണ്ണ് തുറന്ന് നോക്കി നിന്ന സർക്കാർ ഒരു സഹായം പോലും ചെയ്യാണ്ട്, ഒരു 5000 രൂപ പോലും കൊടുക്കാതെ 10-12ഓളം വീട് നശിച്ചു. ഒരുപാട് തെങ്ങുകൾ പോയി, ഒരുപാട് സ്ഥലങ്ങൾ നഷ്ടപ്പെട്ട്, വീടില്ലാണ്ടായി, താമസിക്കാൻ ഇടമില്ലാതായി. എന്നിട്ട് പോലും സർക്കാർ ഇത് തിരിഞ്ഞു നോക്കിയില്ലാതെ വലിയൊരു പ്രശ്നം തന്നെയാണ്. എന്താണ് ഇത് നോക്കാത്തതിൻ്റെ കാരണം?